നമസ്കാരം, വെട്ട ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. ഏഴൂർ MDPS UP സ്കൂൾ PT ആഭിമുഖ്യത്തിൽ മുത്തൂർ കോടോതിപ്പാടത്ത് ഈ വർഷവും നെൽകൃഷി ആരംഭിച്ചു. വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ ഹരിതസേന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നെൽകൃഷി തുടങ്ങാൻ തീരുമാനിച്ചത്. നഗരസഭാ കൃഷി ഓഫീസർ PB അബൂബക്കർ ഞാറുനട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ശബരിമലയിലെ സ്വർണം കാണാതായതിൽ പ്രതിഷേധിച്ച് വെട്ടം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിയാപുരത്ത് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. പരിപാടി DCC ജനറൽ സെക്രട്ടറി യാസർ പൊട്ടച്ചാല ഉദ്ഘാടനം ചെയ്തു. വിൽപ്പനക്കായി സൂക്ഷിച്ചിരുന്ന 1 കിലോയിലധികം വരുന്ന കഞ്ചാവ് ശേഖരം തിരൂർ എക്സൈസ് പിടിച്ചെടുത്തു. വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ മിനാർ ഷെയ്ഖിനെയാണ് തിരൂർ എക്സൈസ് ഇൻസ്പെക്ടർ കാർത്തികേയന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം പിടികൂടിയത്. തിരൂരിൽ വൂഷു മത്സരത്തിനിടെ വിദ്യാർത്ഥികൾ ഗുരുതര പരിക്ക്. തിരൂർ ഉപജില്ലാ സ്കൂൾ വൂഷു ജോഡോ മത്സരങ്ങൾക്കിടയിലാണ് സംഭവം. മാധ്യമരംഗത്തെ സുദർഹ്യ സേവനത്തിന് വെട്ടം ടെലിവിഷൻ റിപ്പോർട്ടർ ബൈജു അരിക്കാഞ്ചിറക്ക് GVHS പറവണ്ണയുടെ ആദരം. സ്കൂളിൽ 2 ദിവസങ്ങളിലായി കൽഹാർ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന കലോത്സവ ചടങ്ങിലാണ് ബൈജു അരിക്കാഞ്ചിറയെ ആദരിച്ചത്. ഉദ്ഘാടകൻ ഗസൽ ഗായകൻ റഷീദ് ഉണ്ണിയാൽ മൊമെന്റോ നൽകി. ദേശീയ പുകയില വിമുക്ത ക്യാമ്പയിന്റെ ഭാഗമായി പുകയില വിമുക്ത വിദ്യാലയങ്ങൾ എന്ന ലക്ഷ്യം കൈവരിച്ച ആദ്യ ബ്ലോക്കായി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത്. പുകയില വിമുക്ത വിദ്യാലയങ്ങൾ പ്രഖ്യാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ നിർവഹിച്ചു. നിറമരുതൂർ ഗ്രാമപഞ്ചായത്തിൽ ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ഭിന്നശേഷിക്കാർക്കായുള്ള ബഡ്സ് സ്കൂൾ യാഥാർത്ഥ്യമാക്കുന്നു. 1.20 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. CH മുഹമ്മദ് കോയയുടെ നാമധേയത്തിൽ ആരംഭിക്കുന്ന ബഡ്സ് സ്കൂളിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ ഡോക്ടർ MP അബ്ദുസമദ് സമദാനി MP ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൊരുതുന്ന പലസ്തീനൊപ്പം മുദ്രാവാക്യവുമായി DYFI താനൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. മൂലക്കലിൽ നിന്നും ആരംഭിച്ച മാർച്ച് താനൂരിൽ സമാപിച്ചു. താനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് നടപ്പിലാക്കി വരുന്ന ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെയും അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെന്റ് കൂൺ ഗ്രാമ പദ്ധതിയുടെ ഭാഗമായുള്ള കൂൺ പരിശീലന പരിപാടിയുടെയും കിസാൻ മേളയും ശനി ഞായർ ദിവസങ്ങളിൽ താനാളൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ താനൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. BP അങ്ങാടി GMUP സ്കൂളിലെ കായിക പ്രതിഭകൾക്കായി ഗ്യാങ് ഓഫ് BP അങ്ങാടി സ്പോൺസർ ചെയ്ത ജേഴ്സിയുടെ സമർപ്പണം തിരൂർ സബ് ഇൻസ്പെക്ടർ നിർമ്മൽ M നിർവഹിച്ചു. തിരൂർ തുഞ്ചൻപറമ്പ് റോഡിൽ റോഡരികിൽ നിന്നും കണ്ടെത്തിയ 1.5 ലക്ഷം രൂപ പോലീസിൽ ഏൽപ്പിച്ച കുടുംബത്തെ തിരൂർ ജനമൈത്രി പോലീസും തിരൂർ കടലോര ജാഗ്രതാ സമിതിയും ആദരിച്ചു. പറവണ്ണ കാഞ്ഞിരക്കുറ്റി സ്വദേശിയായ VPO ഹൗസിലെ ഷൈജൽ, ഭാര്യ ഫാസില, മക്കളായ ലൈല സൈനം, ഹൈസ സൈനം എന്നിവരെയാണ് മാതൃകാപരമായ പ്രവൃത്തിയിൽ ആദരിച്ചത്. തൃപ്രങ്ങോട് പഞ്ചായത്ത് സ്കൂൾ കലാമേളയുടെ സ്വാഗത സംഘ രൂപീകരണവും ലോഗോ പ്രകാശനവും തൃപ്രങ്ങോട് ആലിങ്ങൽ AMLP സ്കൂളിൽ വെച്ച് നടന്നു. താനാളൂർ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും സംയുക്തമായി നടത്തുന്ന തൊഴിൽ മേളയിൽ 600-ലധികം ഒഴിവുകളിലേക്ക് അഭിമുഖം നടത്തും. സ്റ്റോക്കോസ് 2.0 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ജോബ് ഫെയർ താനൂർ ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കെട്ടിടത്തിൽ ശനിയാഴ്ച രാവിലെ 9:30 ആരംഭിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരള മാപ്പിള കലാ അക്കാദമി തിരൂർ ചാപ്റ്റർ ഓഫീസ് താഴെപ്പാലത്ത് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് AK മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. തിരൂർ ചാപ്റ്റർ പ്രസിഡന്റ് സബ്ക ഷാഫി അധ്യക്ഷത വഹിച്ചു. ധാർമ്മിക ചോദ്യങ്ങൾക്കെതിരെ ബോധവൽക്കരണം നടത്തുന്നതിനായി മാർഗദർശക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ എല്ലാ പരമ്പരകളിലെയും സന്യാസിമാർ സംയുക്തമായി ഒക്ടോബർ 7 മുതൽ 21 വരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന ധർമ്മസന്ദേശയാത്ര ഒക്ടോബർ 11 ശനിയാഴ്ച താനൂരിൽ എത്തിച്ചേരുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.